PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ LDCയുടെ 5ാം ഘട്ട പരീക്ഷയ്ക്ക് പോകുന്നവർക്കായി തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സയൻസിന്റെ ഭാഗത്ത് നിന്നുള്ള സാധ്യതാ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്നും പരീക്ഷകൾക്ക് വേണ്ടി സാധ്യതാ ചോദ്യങ്ങൾ ചെയ്യാറുണ്ട്, അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുമുണ്ട്. അപ്പോൾ മാക്സിമം ക്ലാസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെ രോഗങ്ങളാണ് ടാറ്റു ചെയ്യുന്നതിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്? ടാറ്റു ചെയ്യുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബിയും HIV എയ്ഡ്സുമാണ്. ഹെപ്പറ്റൈറ്റിസ് ബി, HIV എയ്ഡ്സ് എന്നിവയാണ് ടാറ്റു ചെയ്യുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ. ശരാശരി പ്രവേഗത്തിന്റെ ഡയമെൻഷൻ താഴെ പറയുന്നവയിൽ ഏതാണ്? ശരാശരി പ്രവേഗത്തിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L(t⁻⁻1). ജഡത്വ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആര്? ജഡത്വ നിയമം പ്രസ്താവിച്ചത് ഗലീലിയോ ആണ്. ഗലീലിയോ. ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ് എന്ത്? ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഒരു ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 10 സെന്റിമീറ്റർ ആയാൽ വക്രത ആരം എത്രയാണ്? അപ്പൊ നമുക്ക് ആറും എഫും തമ്മിലുള്ള റിലേഷൻ അറിയാം. R = 2F എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എഫ് നമുക്ക് തന്നിട്ടുണ്ട് 10. സോ R = 2 × 10 എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, ഫോക്കസ് ദൂരം 10 ആയാൽ വക്രത ആരം 20 സെന്റിമീറ്റർ, 20 സെന്റിമീറ്റർ. അടുത്തത്, AC-യെ DC ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? AC-യെ DC ആക്കി മാറ്റുന്ന ഉപകരണം ഡയോഡാണ്. ഡയോഡ്. വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ പ്രവേഗം എത്ര? വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ പ്രവേഗം 1.25 × 10⁸ m/s. 1.25 × 10⁸ m/s ആണ് വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത. ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകം ഏത്? ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകം എന്ന് പറയുന്നത് നിയോൺ ആണ്. നിയോൺ. ചാൾസ് നിയമത്തിന്റെ ഗണിത രൂപം എന്താണ്? ചാൾസ് നിയമത്തിന്റെ ഗണിത രൂപം V is directly proportional to T എന്നുള്ളതാണ് ചാൾസ് നിയമത്തിന്റെ ഗണിത രൂപം. ആസിഡിന്റെ pH മൂല്യത്തെ സൂചിപ്പിക്കുന്നത് pH <<7 ആണ്. pH 7 ആണെങ്കിൽ അത് നിർവീര്യമാണ്, അല്ലെങ്കിൽ ശുദ്ധജലത്തിന്റെ pH ആണെന്ന് നമുക്ക് പറയാം. ഇനി >7 ആണെങ്കിൽ അത് ആൽക്കലി ആണ്. <7 ആണെങ്കിൽ എന്താണ്? അത് ആസിഡ് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, ഖരലായനിക്ക് യോജിച്ചത് ഏത്? ഖരലായനിക്ക് യോജിച്ചത് കോപ്പർ സ്വർണത്തിൽ ലയിച്ചത് ആണ്. ഖരലായനി കോപ്പർ സ്വർണത്തിൽ ലയിച്ചത്. അക്വാറീജിയ ഏതെല്ലാം ആസിഡുകളുടെ മിശ്രിതമാണ്? അക്വാറീജിയ എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും മിശ്രിതമാണ്. HCl-ഉം HNO3-യും കൂടെ ചേരുന്നതിന്റെ മിശ്രിതമാണ് അക്വാറീജിയ എന്ന് പറയുന്നത്. തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നോർക്കുക. 0. ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഇത് ഏത് നിയമമാണ്? ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും എന്ന് പറയുന്നത് പാസ്കൽ നിയമമാണ്. പാസ്കൽ നിയമം. പ്രൊജക്ടൈൽ മോഷന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രൊജക്ടൈൽ മോഷന് ഉദാഹരണം ഓപ്ഷൻ D ആണ് കേട്ടോ. അതായത് ജാവലിന്റെ സഞ്ചാരം, റോക്കറ്റിന്റെ സഞ്ചാരം, മിസൈലിന്റെ സഞ്ചാരം, ഇതെല്ലാം പ്രൊജക്ടൈൽ മോഷന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. ജാവലിന്റെ സഞ്ചാരം, റോക്കറ്റിന്റെ സഞ്ചാരം, മിസൈലിന്റെ സഞ്ചാരം.
അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ മർദ്ദമാണ്, ഇവിടെ 1/v വോള്യം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഏതാണ് നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ എ ആണ്. ബോയിൽ നിയമത്തിന്റെ ഗ്രാഫാണ് കേട്ടോ. ഈ ഗ്രാഫ് നോക്കി വയ്ക്കുക, ബോയിൽ നിയമമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഏതാണ്? കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ്. മനുഷ്യ ഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേരെന്താണ്? മനുഷ്യ ഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേരാണ് ദ്വിദള വാൽവ് എന്ന് പറയുന്നത്. ദ്വിദള വാൽവ്. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ആൻഡ്രോജൻ ആണ്. ബാക്കി ഈസ്ട്രോജനും പ്രൊജസ്റ്റിറോണും എന്താണ്? സ്ത്രീ ഹോർമോൺസ് ആണ്. ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ സ്ത്രീ ഹോർമോൺ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതി. ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതിയാണ് വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനത്തെ കുറയ്ക്കുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് അല്ലെ. ബാക്കിയെല്ലാം ശരിയാണ്. ഇൻസുലിൻ എന്താ ചെയ്യുക? ശരിക്കും കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനം ത്വരിതപ്പെടുത്തുന്നത് ഇൻസുലിൻ ആണ്. ഡയബറ്റിസ് മെലിറ്റസ് മൂത്രത്തിലൂടെയുള്ള ഗ്ലൂക്കോസിന്റെ വിസർജനത്തിന് കാരണമാകുന്നു എന്നതും ശരിയാണ്. ഡയബറ്റിസ് മെലിറ്റസ് മൂത്രത്തിൽ അപകടകാരിയായ കീറ്റോൺ ബോഡികളുടെ രൂപപ്പെടലിന് കാരണമാകുന്നു. ഇത് 3 പ്രസ്താവനകളും ശരിയാണ്. ശരിയല്ലാത്തത് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പ്രകൃതിയിലെ അടിസ്ഥാന ബലം തിരഞ്ഞെടുക്കുക. പ്രകൃതിയിലെ അടിസ്ഥാന ബലം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഭൂഗുരുത്വ ബലം. ഭൂഗുരുത്വ ബലമാണ് പ്രകൃതിയിലെ അടിസ്ഥാന ബലം. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം ഏത്? ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്നത് പാസ്കൽ നിയമമാണ്. പാസ്കൽ നിയമം. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏത്? ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ ആണ് ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം. ദ്രാവക തുള്ളി ഗോളാകൃതിയാകാൻ കാരണം എന്താണ്? ദ്രാവക തുള്ളി ഗോളാകൃതിയാകാൻ കാരണം പ്രതലബലം. പ്രതലബലം. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് പറയുന്നത് മഗ്നീഷ്യം ആണ്. മഗ്നീഷ്യം. ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ അത്യാവശ്യമാണ്. ഇതിന് കാരണം എന്താണ്? ഉയർന്ന പ്രദേശങ്ങളിൽ എന്തുള്ളത് കൊണ്ടാണ്? മർദ്ദം കുറവായതുകൊണ്ട്. ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? ഉയർന്ന പ്രദേശങ്ങളിൽ മർദ്ദം കുറവായതിനാൽ. അടുത്തത്, ജീവകങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന 1ഉം 2ഉം ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരുന്നത്? റെറ്റിനോൾ. റെറ്റിനോൾ എന്ന് പറയുന്നത് എന്താണ്? ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത് റെറ്റിനോൾ. ഇനി നിയാസിൻ. നിയാസിൻ എന്ന് പറയുന്നത് ആന്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. ടോക്കോഫിറോൾ എന്ന് പറയുന്നത് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നും ഫിലോക്വിനോൺ എന്നത് ആന്റി ഹെമറേജിക് വൈറ്റമിൻ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പൊ റെറ്റിനോൾ അറിയപ്പെടുന്നത് ആന്റി സിറോഫ്താൽമിക്, നിയാസിൻ എന്ന് പറയുന്നത് ആന്റി പെല്ലഗ്ര വൈറ്റമിൻ, ടോക്കോഫിറോൾ ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ഫിലോക്വിനോൺ എന്ന് പറയുന്നത് ആന്റി ഹെമറേജിക് വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, 1ഉം 2ഉം ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. രോഗങ്ങളും രോഗകാരികളുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കൃത്യമായ ആൻസർ എന്ന് പറയുന്നത് പകർച്ചപ്പനിയുടെ രോഗകാരി എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ വൈറസ് ആണ്. പകർച്ചപ്പനിയുടെ രോഗകാരി ഇൻഫ്ലുവൻസ വൈറസ്. വസൂരിയുടെ രോഗകാരി വേരിയോള വൈറസ് ആണ്. വേരിയോള വൈറസ്. മുണ്ടിനീര്
രോഗകാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മംസ് വൈറസ് ആണ്. മംസ് വൈറസ് ആണ് മുണ്ടിനീരിന്റെ രോഗകാരി. സിഫിലിസിന്റെ രോഗകാരി ട്രിപ്പോണിമ പലീഡം. ട്രിപ്പോണിമ പലീഡം. പകർച്ചപ്പനിയുടെ രോഗകാരി ഇൻഫ്ലുവൻസ വൈറസ്. വസൂരിയുടേത് വേരിയോള വൈറസ്. മുണ്ടിനീരിൻ്റെത് മംസ് വൈറസ്. സിഫിലിസിൻ്റെത് ട്രിപ്പോണിമ പലീഡം. അടുത്തത് ആൽക്കലോയിഡുകളിൽ കാണപ്പെടാൻ സാധ്യതയുള്ള മൂലകങ്ങൾ. ആൽക്കലോയിഡുകളിൽ കാണപ്പെടാൻ സാധ്യതയുള്ള മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, സോഡിയം എന്നിവ. കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, സോഡിയം എന്നിവയാണ് ആൽക്കലോയിഡുകളിൽ കാണപ്പെടാൻ സാധ്യതയുള്ള മൂലകങ്ങൾ. അടുത്തത് ആവർത്തന പട്ടികയിൽ ഉപലോഹങ്ങൾ താഴെ പറയുന്ന ഏത് ഗ്രൂപ്പുകളിലാണ് കാണപ്പെടുന്നത്? ഉപലോഹങ്ങൾ കാണപ്പെടുന്ന ഗ്രൂപ്പ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 2ഉം 3ഉം. അതായത് ഗ്രൂപ്പ് 13ഉം ഗ്രൂപ്പ് 16ഉമാണ് ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് 13, ഗ്രൂപ്പ് 16 എന്നിവയിലാണ് ഉപലോഹങ്ങൾ കാണപ്പെടുന്നത്. അടുത്തത് ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവി ഏത്? ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവിയാണ് വാരിസെല്ല വൈറസ്. നമ്മൾ നേരത്തെ പറഞ്ഞു. താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖമേത്? സൂണോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖം എലിപ്പനിയാണ്. ജന്തുക്കളിലൂടെ പകരുന്നതാണ് സൂണോട്ടിക് എന്ന് പറയുന്നത്. എലിപ്പനിയാണ് ശരിയായ ഉത്തരം. ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 120/80 mm/Hg എന്നുള്ളതാണ് ശരാശരി ബ്ലഡ് പ്രഷർ. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലുപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? SCERT-ൽ തന്നിട്ടുള്ള എക്സാമ്പിൾ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. വീർപ്പിച്ച ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലുപ്പം കുറയുന്നു എന്ന് പറയുന്നത് ഏത് നിയമമാണ്? ബോയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത്? ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് മാത്രമാണ് അല്ലാത്തത്. ലോഹങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് തെറ്റായിട്ടുള്ളത്. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. ബാക്കിയെല്ലാം ലോഹവുമായി ബന്ധപ്പെട്ടതാണ്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു എന്നുള്ളതും ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ് എന്നുള്ളതും 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. യഥാർത്ഥ ലായനി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. യഥാർത്ഥ ലായനിയാണെങ്കിൽ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏത്? ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ. ജാൻ ടെല്ലർ മെറ്റൽ. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്തു നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്തു നിന്നും ഭൂമധ്യരേഖയിലോട്ട് കൊണ്ടുപോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പിണ്ഡം മാറുന്നില്ല, ഭാരം കുറയുന്നു. പിണ്ഡത്തിന് മാറ്റമൊന്നും വരുന്നില്ല, ഭാരം എന്തു ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത്. അടുത്തത് 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവാണ്. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള സെയിം 2 സെന്റൻസ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഉത്തരം എന്താണ്? ഈ എസും ആറും 2 പ്രസ്താവനയും ശരിയാണ്. എസ് എന്ന് പറയുന്നതിൻ്റെ ശരിയായ വിശദീകരണമാണ് 6. ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത്. അതിന് കാരണം എന്താണ്? ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവാണ് എന്നുള്ളത്. അഡ്രിനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് വൃക്കയിൽ പ്രവർത്തിച്ച്
ശരീരത്തിലെ ലവണജല സന്തുലനാവസ്ഥ നിലനിർത്തുന്നു എന്ന് പറയുന്നത് അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. അതുപോലെ തന്നെ ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു എന്നുള്ളതും ശരിയായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് വരുന്നത്. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലനാവസ്ഥ നിലനിർത്തുന്നതും ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നതും അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. അടുത്ത ചോദ്യം, അയഡിൻ ചേർത്ത ഉപ്പ് നിർബന്ധമാക്കുക വഴി ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിച്ച അപര്യാപ്തതാ രോഗങ്ങൾ. അയഡിൻ ചേർത്ത ഉപ്പ് നിർബന്ധമാക്കുക വഴി നമ്മൾ ഉന്മൂലനം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അപര്യാപ്തതാ രോഗങ്ങൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താ വരുന്നത്? ക്രെറ്റിനിസം, അതുപോലെ തന്നെ മിക്സഡിമ. ക്രെറ്റിനിസവും മിക്സഡിമയാണ് വരുന്നത്. അടുത്തത് നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ആണ് ചോദിച്ചിരിക്കുന്നത്. നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ടത് തന്നിരിക്കുന്നതിൽ പൊതുജന പങ്കാളിത്തത്തോടു കൂടി ഒരു പ്രദേശം സംരക്ഷിക്കപ്പെടുക എന്നുള്ളതും അതേപോലെ വന്യജീവി സംരക്ഷണത്തോടൊപ്പം പ്രകൃതി വിഭവങ്ങളും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുക. പൊതുജന പങ്കാളിത്തത്തോടു കൂടി ഒരു പ്രദേശം സംരക്ഷിക്കപ്പെടുക, വന്യജീവി സംരക്ഷണത്തോടൊപ്പം പ്രകൃതി വിഭവങ്ങളും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുക എന്നുള്ളതാണ് നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അടുത്തത്, എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം എന്ത് തരം രോഗാണുവാണ് ഉണ്ടാക്കുന്നത്? ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്ന രോഗാണു ബാക്ടീരിയയാണ്. ബാക്ടീരിയ. രക്തസമ്മർദ്ദത്തെ പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ട തെറ്റായത് ഓപ്ഷൻ സി ആണ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. ഉപ്പ് അധികം ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദം കൂടാൻ കാരണമാകുന്നില്ല എന്നാണ്. കാരണമാകുന്നു അല്ലെ, ഉപ്പ് കൂടിയാൽ രക്തസമ്മർദ്ദം കൂടും എന്നുള്ളതാണ്. അപ്പൊ അത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. പുകവലി രക്തസമ്മർദ്ദം കൂട്ടും, രക്തസമ്മർദ്ദം പരിശോധിക്കാൻ രക്തസാമ്പിൾ ആവശ്യമില്ല, രക്തസമ്മർദ്ദം വീട്ടിലിരുന്ന് പരിശോധിക്കാം. അടുത്തത്, ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത് ഏത് തരം ദർപ്പണങ്ങൾക്കാണ്? ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത് ഏത് തരം ദർപ്പണങ്ങൾക്കാണ്? കോൺവെക്സ് കേട്ടോ. കോൺവെക്സ് ദർപ്പണങ്ങൾക്കാണ് വീക്ഷണ വിസ്തൃതിയുള്ളത്. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കഷ്ണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. അഡ്ഹിഷൻ ബലമാണ്. അഡ്ഹിഷൻ ബലം കാരണമാണ് ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അഡ്ഹിഷൻ ബലം. അടുത്തത്, 1000 kg മാസുള്ള കാറും 2000 kg മാസുള്ള ബസ്സും ഒരേ പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ ഏതിനാണ് ആക്കം കൂടുതൽ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2000 kg മാസുള്ള ബസ്സിനായിരിക്കും ആക്കം കൂടുതൽ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മാസ് കൂടിയാൽ എന്തും കൂടും? ആക്കവും കൂടും. മാസ് കൂടിക്കഴിഞ്ഞാൽ ആക്കവും കൂടും എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും, ഇത് SCERT-ലുള്ള എക്സാമ്പിൾ ആണ്, ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു എന്ന് പറയുന്ന നിയമമാണ് ബോയിൽ നിയമം. അതായത് മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ ഒരു ഗ്രാഫ് കണ്ടായിരുന്നു അല്ലെ. P എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V ആണ്. മർദ്ദം കൂടുമ്പോൾ മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടുകയാണ് ചെയ്യുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ബോയിൽ നിയമം എന്ന് പറയുന്നത്. ഇനി ഒരു മൂലകം ഏതെന്ന് നിർണ്ണയിക്കുന്നത് അതിൻ്റെ ഒരാറ്റത്തിലുള്ള ഏത് കണമാണ്? ഒരു മൂലകം ഏതാണെന്ന് നിർണ്ണയിക്കുന്ന ആറ്റത്തിലെ കണം എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ. അലൂമിനിയത്തിന്റെ അയിരിന്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേരെന്താണ്? അലൂമിനിയത്തിന്റെ അയിരിന്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ലീച്ചിങ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ സയൻസിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ചോദ്യങ്ങൾ നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനിയും ക്ലാസ് ചെയ്യുന്നതായിരിക്കും നാളെ പരീക്ഷയ്ക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ട് സാധ്യതാ ചോദ്യങ്ങളുടേത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്